തിരുവനന്തപുരം വെള്ളനാട് ആത്മഹത്യാ ഭീഷണി മുഴക്കി വനിതാ പഞ്ചായത്ത് സെക്രട്ടറി. പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശിയും 2 വനിതാ അംഗങ്ങളും ചേർന്ന് പൂട്ടിയിട്ടതിന് പിന്നാലെയാണ് പഞ്ചായത്ത് സെക്രട്ടറി സിന്ധു ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ഇന്ദുലേഖ രേണു വിവരങ്ങളുമായി ചേരുകയാണ്. ഇന്ദു, എന്താണ് ഉണ്ടായത്? ഇങ്ങനെ പൂട്ടിയിടാനൊക്കെ ഇടയായിട്ടുള്ള വെള്ളനാട് ശശിയെ ചൊല്ലി പലപ്പോഴായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരികയാണ്. എന്താണ് സംഭവിച്ചത്? അക്ഷയ, ഇത്തരത്തിലൊരു പ്രശ്നം ഈ പഞ്ചായത്ത് ഓഫീസിൽ ഉണ്ടാകുന്നത് ഇതാദ്യമല്ല. ഇതിനു മുമ്പും ഇവർ തമ്മിൽ പ്രശ്നമുണ്ടാവുകയും ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ പ്രശ്നമുണ്ടായത് എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്ത് ഓഫീസിന്റെ സമയം കഴിഞ്ഞ് പഞ്ചായത്ത് സെക്രട്ടറി സിന്ധു ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ വെള്ളനാട് ശശിയും മറ്റു 2 വനിതാ അംഗങ്ങളും ചേർന്ന് മുറി പുറത്തുനിന്ന് പൂട്ടുകയായിരുന്നു. എത്ര പറഞ്ഞിട്ടും തുറന്നില്ല. അവസാനം സെക്രട്ടറി ബാഗിൽ കരുതിയിരുന്ന കേക്ക് മുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കത്തി ഉപയോഗിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കുകയായിരുന്നു. പിന്നീട് അവിടെ ഓഫീസിലുണ്ടായിരുന്ന മറ്റംഗങ്ങൾ വന്ന് കത്തി പിടിച്ചു വാങ്ങുകയും ഇവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. സംഭവശേഷം ഒരു വലിയ തർക്കത്തിലേക്ക് നടക്കുന്നുവെന്ന് കണ്ട് പോലീസിനെ വിവരം അറിയിച്ചു. സ്ഥലത്തെത്തിയ പോലീസ് ഒരു സമാധാന ചർച്ചയ്ക്ക് മുതിർന്നു. അതേസമയമാണ് വീണ്ടും മറ്റൊരു പ്രശ്നമുണ്ടാകുന്നത്. പഞ്ചായത്തിന്റെ വാഹനത്തെ ചൊല്ലിയായിരുന്നു ആ തർക്കം. ഇരുവരും തമ്മിൽ ഒരു തർക്കം മുറുകിയപ്പോൾ പോലീസ് പറഞ്ഞു തർക്കം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ വാഹനം പോലീസ് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എടുത്തുകൊണ്ട് പോകുമെന്ന്. ഇപ്പോൾ വെള്ളനാട് ശശി പോലീസിനോടും കയർത്ത് സംസാരിക്കുകയായിരുന്നു. ഇത് പഞ്ചായത്തിന്റെ വാഹനമാണ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുവാനോ ഇത് എടുത്തുകൊണ്ട് പോകുവാനോ അവകാശമില്ല, ആരാണ് നിങ്ങൾക്ക് അതിന് അധികാരം നൽകിയതെന്ന് ചോദിച്ച് പോലീസ് ഉദ്യോഗസ്ഥരോടും കയർത്ത് സംസാരിക്കുകയായിരുന്നു വെള്ളനാട് ശശി. ശരി, നമുക്കൊരു സംബന്ധിച്ചുള്ള പ്രതികരണം കൂടിയുണ്ട്, അതൊന്ന് കേൾക്കാം. ഞാൻ ഒരു 3:30 മണിക്ക് ഞാനും ഡ്രൈവറും കൂടെ കളക്ടറേറ്റിൽ പോയിട്ട് തിരിച്ച് വന്ന വഴിക്ക് പ്രസിഡന്റ് ചീത്ത വിളിച്ചുകൊണ്ട് ഇവിടെ എല്ലായിടത്തും പറഞ്ഞ് അവനെ ഞാൻ ഇടിക്കുമെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ഡ്രൈവർ വണ്ടി എടുക്കാൻ ആര് പറഞ്ഞ് എൻ്റെ അധികാരത്തിലാണ് വണ്ടി ഇരിക്കുന്നത്, വണ്ടി എടുക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രസിഡന്റ് 2 മെമ്പറേയും കൂട്ടി വന്ന് നമ്മുടെ ഡ്രൈവറെ ചെമരോട് ചേർത്ത് കൊങ്ങൊക്കെ ഇടിച്ചിട്ട് താക്കോല് പിടിച്ച് മേടിച്ചു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഓടി ചെന്നപ്പോഴത്തേക്ക് പ്രസിഡന്റ് എന്നെ ഈ റൂം അങ്ങ് പൂട്ടി 2 ഈ വനിതാ മെമ്പർമാരെ കൊണ്ട് എന്നെ അടുപ്പിക്കുക എന്ന്. ഇതാണ് ഇപ്പൊ പ്രസിഡന്റ് ഇതെന്ന് പറഞ്ഞാൽ വനിതാ മെമ്പറെ കൊണ്ട് എന്നെ അടുപ്പിക്കുക. ഞാൻ ഇവിടുന്ന് പോവാത്തോണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ. വണ്ടിയും കൊടുക്കണം. ഈ ഇവിടെ വന്ന ദിവസം തൊട്ട് ഈ പ്രസിഡന്റ് എന്നെ ഉപദ്രവമല്ലാതെ വേറെ ഒന്നുമില്ല. ഈ 2 മെമ്പർമാർ, ഈ മെമ്പറെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. അങ്ങനെ ഞാൻ ഈ സ്വയം കത്തി ഇവിടെ കണ്ണൂർ പോയി കുറച്ച് അലുവ മേടിച്ചുകൊണ്ട് തന്നെ മുറുക്കി എൻ്റെ ബാഗിൽ കിടന്ന കത്തി എടുത്ത് ഞാൻ സ്വയം കുത്തിച്ചാവാന്നാണ് വിചാരിച്ചത്. ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഈ പ്രസിഡന്റും ഈ 2 മെമ്പർമാരും കൂടെ ചേർന്നും കൊണ്ട് ഉള്ള പരിപാടിയാണ്. പഞ്ചായത്ത് സെക്രട്ടറിയുടെ പ്രതികരണമാണ് കേട്ടത്. അവരുടെ അവസ്ഥയാണ് അവർ പറയുന്നത്. വെള്ളനാടാണ് സംഭവം. ആത്മഹത്യാ ഭീഷണി മുഴക്കി എന്തുകൊണ്ടാണ് അങ്ങനെ അവസ്ഥ ഉണ്ടായത് എന്നുള്ളതാണ് അവർ വിശദീകരിച്ച് ഇന്ദുലേഖ രേണു വിശദാംശങ്ങൾ നൽകിയത്.